സംസാരിക്കുന്നില്ല. മാനേജ്മെന്റ് വലിയ മാനേജ്മെന്റിന്റെ കാര്യം വിട്. പക്ഷെ ഇവിടെ അങ്ങനെ പിടിച്ച് ഇവരെ കാണണ്ടേ, ഇവരെ അറസ്റ്റ് ചെയ്യണ്ടേ, എന്തെങ്കിലും നടപടി സ്വീകരിക്കണം. ഇത്രയും നാളായി, ഇത്രയും ദിവസങ്ങളായിട്ട് ഈ ഒരു കുഞ്ഞിന്റെ കൊലപാതകത്തിൽ അവന്റെ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ ആത്മഹത്യയിൽ ഇത് എന്താണെന്നുള്ളതിനെ കുറിച്ച് കുറ്റക്കാരായിട്ടുള്ള ആൾക്കാർക്കെതിരെ ഒരു നടപടി സ്വീകരിച്ച് കാണണ്ടേ. ഇത്രയും ദിവസമായിട്ടും അതൊന്നും കണ്ടിട്ടില്ലല്ലോ. സാധാരണ ഇത് നമുക്ക് ആകെ ഒരു പൊതുജനത്തിന് എങ്ങനെ വന്നാലും ശരി, എത്ര വലിയ ആൾക്കാരെ ഈ പോലീസ് ഇതുവരെ പിടിച്ചിരിക്കുന്നത് പോലെ ഇവരുടെ പരാതി കേട്ടിട്ടില്ല. അത് വലിയ വിഷയം തന്നെയാണ്. ഇവർക്ക് അറ്റൻഡൻസിന്റെ കാര്യത്തിൽ വിഷയമായിട്ടുള്ളത് ഇത്ര നേരിട്ട് ഏതെങ്കിലും ഒരു അതോറിറ്റി കേട്ടോ ഇന്ന് കേൾക്കുന്നില്ലല്ലോ. ഇല്ല, അതാണ് പറഞ്ഞത്. നമുക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കുട്ടികളിലെ എന്റെ മോനോ അല്ലെങ്കിൽ എനിക്കും പേഴ്സണലി ഞാൻ പറയട്ടോ, പേഴ്സണലി അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ പറയാം. അത് പേഴ്സണലി ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് മാത്രം അവൻ എന്നോട് പറഞ്ഞില്ല, ബാക്കി എല്ലാ കഥയും പറയുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ 2-3 ദിവസം സെക്കൻഡ് തിങ് നമ്മൾ ട്രിഗർ ചെയ്തിട്ട് അവൻ എൻ്റെ സ്വഭാവം അറിയുന്നത് നമ്മളിവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഈ 5 വർഷത്തിനെ കുറിച്ചാണ്. 5 വർഷം ഞങ്ങളവിടെ കഴിയേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ഡിറക്ഷൻ കൊടുക്കാൻ മറ്റാരുമില്ല, സീനിയേഴ്സാണുള്ളത്. സീനിയേഴ്സ് ഒരു ഇതൊക്കെ നല്ല കുറച്ചൊക്കെ ഇതുണ്ടായിരുന്നെങ്കിൽ പോലും അവരിപ്പോൾ ഈ ഫ്രഷേഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ വളരെ വളരെ സൗഹൃദമാണ്. ഞാൻ ഇന്നലെയൊക്കെ ആയിട്ട് കുറേ സീനിയേഴ്സായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ കൂട്ടൊക്കെ ആയിട്ടാണ്, വളരെ നല്ലതാണ്. ഈ നമുക്കാണെങ്കിലും വെച്ചിട്ട് കൊടുക്കാലോ. അന്ന് പറഞ്ഞിട്ടില്ല, അതല്ല അന്ന് ആ ഒരു ഏഡ് ചെയ്ത് വകുപ്പുകൾ ഏഡ് ചെയ്തൊന്നുമില്ലല്ലോ. ആ 2-3 വകുപ്പുകൾ കൂടി ഏഡ് ചെയ്തൊന്നുമില്ല. സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്കറിയാം, ഒരു വിദ്യാർത്ഥി മരണപ്പെടുകയാണ്. ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടതിന് ശേഷം ആ മരണത്തിന് കാരണമായവരെ തള്ളിപ്പറയാൻ, അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. SFI പ്രഖ്യാപിക്കുകയാണ്, ഇതിന് കാരണക്കാരായ മുഴുവൻ അധ്യാപകരെയും ഈ ക്യാമ്പസിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാതെ SFIയുടെ സമരങ്ങൾ ഈ ക്യാമ്പസിൽ അവസാനിക്കില്ല എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. റാം എന്ന് പറയുന്ന അധ്യാപകൻ ഒരു വിദ്യാലയത്തിൽ, ഒരു കലാലയത്തിൽ ഒരു അധ്യാപകൻ എങ്ങനെയാകാൻ വേണ്ടി പാടില്ല എന്നതിന്റെ പര്യായമായി റാം എന്ന് പറയുന്ന മനുഷ്യൻ ഈ ക്യാമ്പസിൽ മാറുകയാണ്. ജാതി പറഞ്ഞുകൊണ്ട്, മതം പറഞ്ഞുകൊണ്ട്, പിതാവിന്റെ തൊഴിൽ പറഞ്ഞുകൊണ്ട്, തൊലിയുടെ നിറം പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വേർതിരിക്കുന്ന രാഷ്ട്രീയത്തെ കേരളത്തിന്റെ ഒരു ക്യാമ്പസിലും വെച്ച് പൊറിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാകില്ല എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമരത്തിന്റെ ഭാഗമായി അണിനിരന്ന മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഏറെ സ്നേഹത്തോടെ SFI അഭിവാദം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട റാമിനോട് ഞങ്ങൾ സൂചിപ്പിക്കേണ്ടത്, ഏത് കാർമേഘങ്ങളിൽ കൂടുകൂട്ടിയാലും, ഏത് കഴുകനെ പോലെ പാറിപ്പറന്നാലും നിന്നെ ഞങ്ങൾ താഴെ ഇറക്കുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് സൂചിപ്പിക്കുകയാണ്. SFI ഈ വിഷയം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. നിന്നെന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ അമ്മ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ കണ്ടപ്പോൾ ദയനീയമായ കണ്ണുകളോടെ, കരഞ്ഞുകാറിയ കണ്ണുകളോടെ ആ പാലൂട്ടി വളർത്തിയ നിതിനെന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് ജന്മം നൽകി ആ ചെറുപ്പക്കാരനെ പാലൂട്ടി വളർത്തിയ നിതിന്റെ അമ്മ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ കണ്ടപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ഞങ്ങളുടെ നീതിക്ക് വേണ്ടി അവസാനം വരെ ഉണ്ടാകണം. പ്രിയപ്പെട്ട നിതിന്റെ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾ ഉറപ്പു നൽകുന്നു, നിതിനെന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് നീതി കിട്ടുന്ന അവസാന നിമിഷം വരെ രാജ്യത്തിലെ SFI എന്ന് പറയുന്ന സംഘടന ആ അമ്മയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പ് ഞങ്ങൾ ഈ അവസരത്തിൽ നൽകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് ഇവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.